ഇന്ത്യൻ പൊതുമേഖല ഇന്ന് ഗുരുതരമായ നിയമന പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തുടനീളമുള്ള സ്കൂളുകൾ, റെയിൽവേ, സൈന്യം, മറ്റ് സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിൽ ലക്ഷക്കണക്കിന് തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. അതേസമയം കേരളം ഈ പ്രതിസന്ധിക്ക് ഒരു ബദലായി നിലകൊള്ളുകയാണ്. മികച്ച തൊഴിൽ സാഹചര്യം ഒരുക്കുന്നതിലും സ്ഥിര നിയമനങ്ങൾ നടത്തുന്നതിലും കേരളം രാജ്യത്തിന് മാതൃകയാവുകയാണ്. ഇന്ത്യൻ സ്കൂളുകളിൽ 10 ലക്ഷത്തോളം അധ്യാപക തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഇതിൽ 5,73,000 ഒഴിവുകൾ പ്രാഥമിക വിദ്യാലയങ്ങളിലും 4,10,000 ഒഴിവുകൾ സെക്കൻഡറി സ്കൂളുകളിലുമാണ്. അതായത് രാജ്യത്തെ ആകെ അധ്യാപക തസ്തികകളിൽ ഏകദേശം 14% ഒഴിഞ്ഞുകിടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നവോദയ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 30 മുതൽ 50% വരെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഥിര നിയമനങ്ങൾ നടത്തേണ്ടതിന് പകരം പലയിടങ്ങളിലും കരാർ നിയമനങ്ങളാണ് നടക്കുന്നത്. ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ തന്നെ കാര്യമായി ബാധിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ മറ്റു വകുപ്പുകളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം 3,12,000 ഒഴിവുകളുണ്ട്. ഇന്ത്യൻ ആർമിയിൽ 1 ലക്ഷവും ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ 56,000-ഓളം ഒഴിവുകളും നികത്തപ്പെടാതെ കിടക്കുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പൊതുമേഖലയിലെ തൊഴിലവസരങ്ങൾക്കായുള്ള യുവജനങ്ങളുടെ കാത്തിരിപ്പ് നിരാശാജനകമായി തുടരുകയാണ്. എന്നാൽ കേരളത്തിലെ സ്ഥിതി തികച്ചും വിഭിന്നമാണ്. കഴിഞ്ഞ 9 വർഷങ്ങളിലായി കേരള സർക്കാർ ലക്ഷക്കണക്കിന് സ്ഥിര നിയമനങ്ങളാണ് നടത്തിയത്. 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം PSC 2,87,995 നിയമന ശുപാർശകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ 2024-ൽ മാത്രം 34,194 പേർക്ക് നിയമനം നൽകി. സ്കൂളുകളുടെ കാര്യമെടുത്താൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 43,637 നിയമനം നടത്തി. ഈ കണക്കുകൾ പ്രകാരം പൊതുമേഖലയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ UPSCയുടെ തന്നെ റിപ്പോർട്ടുകളുമുണ്ട്. കേന്ദ്ര സർക്കാർ പൊതുമേഖലയിൽ തൊഴിലവസരങ്ങൾ നിഷേധിക്കുകയും കരാർ നിയമനങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുമ്പോൾ കേരളം സുതാര്യവും കാര്യക്ഷമവുമായ നിയമനങ്ങളിലൂടെ യുവജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് നിറം നൽകുകയാണ്. ഇത് കേരളം കൈവരിച്ച വലിയൊരു നേട്ടമാണ്. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാതൃകയും.